ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? രാവിലെ തന്നെ എൻ്റെ സുബഹി നിസ്കാരവും ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഹാളിൽ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണി തുടങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഫ്ലവറെല്ലാം ഉണ്ട്, കുറച്ച് കഴുകിയെടുക്കാനും ഇവിടെയൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കാനുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ തന്നെ നമ്മളെ വീട് വൃത്തിയാക്കിയാൽ വീട്ടിന് ഒരു ഐശ്വര്യം വരും. പണ്ടുള്ളോട്ടർ അതിന് പറയുന്ന പേര് ബർക്കത്ത് എന്നാണ്. അങ്ങനെ ക്ലീനിങ് കുറേ ചെയ്യാനുണ്ട്. പിന്നെ രാവിലത്തെ നാസ്തിയാക്കാനുണ്ട്, ഉച്ചക്കത്തെ ചോറാക്കാനുണ്ട്. അങ്ങനെ പണികളെല്ലാം കുറേ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാ. ഹാളിൽ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ വെള്ളം മുക്കി തുടച്ചു കൊടുക്കണം. അതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പണി. നോമ്പൊക്കെ ആകാനായില്ലേ, അതിൻ്റെ കുറേ ഒരുക്കങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ഫ്ലവറിന് നല്ലോണം പൊടി പിടിച്ചിന്, അത് കഴുകിയെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴുകിയിട്ടെല്ലാം വരാമെന്ന് വിചാരിച്ച് അത് കഴുകി ഹാളിൽ തന്നെ കൊണ്ടുവച്ച്. പിന്നെ ഈ ചെടിക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ടവലെടുത്ത് അതിൽ വെള്ളം മുക്കി ആദ്യം തുടച്ചു കൊടുക്കണം. അതിന് ശേഷമേ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ചെടി നല്ല ഉഷാറായിട്ട് വളർന്നു വരും. ആഴ്ചക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഹാളിൽ വെച്ച ചെടി പുറത്ത് കൊണ്ടുപോയി കഴുകലോ വെള്ളയിക്കലോ ഒന്നും ഞാൻ ചെയ്യാറില്ല. എല്ലാം ഇങ്ങനെ ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ചെടിക്ക് അങ്ങനെ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല ഉഷാറായിട്ട് വളരാറുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ഒലീവ് ഓയിൽ ഐഫൻ്റെതാണ്. അത് മക്കൾ വരുമ്പോൾ ഉപ്പ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ്. അത് ഉപ്പ കഴിക്കുന്നത് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ്സിൽ ഇളം ചൂടുവെള്ളം എടുത്ത് അതിൽ 2 സ്പൂണ് ഒഴിച്ചിട്ടാണ് കുടിക്കാറ്. ഇടയ്ക്കൊക്കെ ഞാൻ മയോണൈസ് ആക്കുമ്പോൾ എടുക്കാറുണ്ട്. മയോണൈസ് ആക്കുമ്പോൾ ഓയിലിന് പകരം 2 സ്പൂൺ ഇതൊഴിച്ചാൽ നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കുമ്പോൾ. ഇനി കുറച്ച് പുറത്തൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ഇങ്ങനെ വാടിക്കെടുക്കുന്ന ഇലകളെല്ലാം പറിച്ചു മാറ്റി ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഞാനങ്ങനെ ചെടിക്ക് അങ്ങനെ വളമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഒന്ന് വിചാരിച്ച് വെള്ളം കണ്ടിട്ടില്ല, ദിവസം വെള്ളം മുടങ്ങാത്ത. രാവിലെ തന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചെടീൻ്റെ അടുത്ത് വന്നിരുന്ന് ചെടിയൊക്കെ ഇങ്ങനെ നോക്കി വാടിയ ഇലകളൊക്കെ പറിച്ച് മാറ്റിയാൽ തന്നെ ചെടി നല്ലോണം ഉഷാറാവുന്ന എനിക്ക് തോന്നാറേ. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതാ. കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബായ്.